ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും നിലാക്കുളിൽ ഒന്നു ചേരും നേരമായി പനിനീരിൽ ഇത് വിളയല്ല. പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ട് വാടി. അണ്ണാ ഇങ്ങനെ ബീഡി വലിക്കല്ലേണ്ണ, വലിച്ചാ പിന്നെ നിർത്താൻ പറ്റൂലണ്ണ. ആര് പറഞ്ഞു നിർത്താൻ പറ്റൂലെന്ന്? ഞാൻ 2 മാസം നിർത്തി വെച്ചിരുന്നില്ലേ. എടി അലമാരിക്കകത്തിരുന്ന് ചത്തപ്പ നിന്റെ തന്തയാണ് എനിക്ക് ബീഡിയും തീപ്പെട്ടി വാങ്ങിച്ചു തന്നത്. അല്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ബീഡി എങ്ങനെ കിട്ടി? ദേ അവന്റെ പെണ്ണിന്റെ ബാഗിനകത്തുനിന്ന്. എടാ നിന്റെ പെണ്ണ് വലിക്കോടാ? കുടിക്കുമ്പോ മാത്രം. ആ വേസ്റ്റ് കുടുംബം. അതൊക്കെ എന്റെ ഭാര്യനെ കണ്ടു പഠിക്കാൻ പറ. അവള് തങ്കക്കുടമാണ്, തങ്കക്കുടം. അവളൊന്നും ചെയ്യൂല. ചേച്ചി ഇങ്ങ് വന്നു. എനിക്ക് എങ്ങനെയാ ഹണിമൂണിന് പോണം? രഘുവിന്റെ അടുത്ത് ഇറങ്ങി പാവം പറയച്ചി. നീ പോയി പറ. ചെബുക്കലുള്ള കടി വരും. നിനക്ക് ഹണിമൂണിന് പോണോ? അപ്പൊ ഒരടി വാങ്ങിച്ചോ. രാധേ രഘുവണ്ണ എങ്ങനെയും ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോവണ്ണ. ദേ കിടന്ന് തുടിക്കണ്. ഇത് ഞാനിപ്പോ എന്തോ ചെയ്യുവോ? ഒരു കണക്കിന് ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണ്. രഘുണ്ണ ഒരു ഞരമ്പ് തന്നെ. രഘുണ്ണ ഞരമ്പ് അല്ലേ ചേച്ചി? രഘുണ്ണ ഞരമ്പ് അല്ലേ? രഘുണ്ണ അയ്യോ ദാ ഇവിടെ തുടിക്കണ്, അവിടെ തുടിപ്പില്ല. അപ്പൊ ഇത് രഘുവണ്ണൻ. ചേട്ടാ എനിക്ക് എന്ത് പറ്റിയേട്ടാ? എനിക്ക് കുറെ സംഭവം പറ്റി, ഞാൻ പറഞ്ഞു തരാം. ഒരു കണക്കിന് രഘുവണ്ണ അങ്ങോട്ട് മാറി. അപ്പൊ താങ്ക്സ് പറഞ്ഞിട്ട് പോകാം. രഘുവണ്ണ കുറെ നേരം നിങ്ങൾ എന്തൊക്കെ കാണിച്ചെന്നറിയുമോ ഇവിടെ? എന്തുവാടാ എനിക്ക് പറ്റിയത്? എനിക്ക് എന്തോ പറ്റിയടാ? രഘുവണ്ണനല്ലേ ഇത്? വൃത്തിയേട്ടവളെ സ്വന്തം കെട്ടിയ നിൽക്കുമ്പോ കണ്ട പുരുഷനെ കയറി പിടിക്കുന്നു. രഘുവണ്ണ എന്റെ രഘുവണ്ണ, നിങ്ങൾ പാർട്ടിക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എവിടെങ്കിലും ഒരിടത്ത് നിൽക്കുന്നു. ഞാനിപ്പോ ഹണിമൂണിന് എന്തോ ചെയ്യും. ഞാൻ ചേച്ചി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എവിടെയും കൊണ്ട് ഹണിമൂണിന് പാൻ പോവും കേട്ടോ. അലവലാതി അവളെയും കൊണ്ട് ഞാൻ പോവാടാ ഹണിമൂണിന്. ദൈവമേ കേൾക്കൂ, ഇവിടെയും വന്ന് കയറി. ഇത് ഒരു വാരക്ക് വല്ലാത്ത ഏർപ്പാടായി പോവല്ലേ. അയ്യോ അടുത്തടുത്തിളകി. എനിക്കറിഞ്ഞൂടാ. മാഞ്ഞുപോകും മഞ്ഞണി തിങ്കളിൽ സൂര്യപരാഗം കുതിരുമ്പോൾ. എനിക്ക് എന്ത് പറ്റിയടാ? ഇവിടെ പറ്റിയതൊന്നും പുറത്തു പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. രഘു ഇവിടെ കേറി. ഇതൊരു ആത്മാവേ പോ. നമസ്കാരം, ഞാൻ ജോജു ജോർജ്. കറക്റ്റ് അതാണ് എന്റെ പേര്. എന്റെ പേര് തന്നെ ഞാൻ ഇടയ്ക്ക് മറന്നുപോകും. ഏതാ ബാധ? രാധാബാധ. അയ്യോ, ഹിന്ദി സിനിമയുടെ പേര് പറഞ്ഞു കളിക്കാനാണോ ഞാൻ വന്നത്? അല്ല, അതെന്റെ ഭാര്യ രാധ. അവളുടെ ദേഹത്താണ് ബാധ. മുറ്റുബാധയാണല്ലോ ഇത്. അതെന്റെ പെണ്ണുമുള്ളയാണ്. അവളുടെ ദേഹത്ത് ഈ ചേച്ചിയുടെ ഭർത്താവ് രഘു കയറിയിട്ടുണ്ട്. അതിനെയാണ് ഒഴിപ്പിക്കേണ്ടത്. ഓക്കെ, പിടി. മല, മരം, കാട്, പുഴ, മണിയുടെ LP സ്കൂൾ. മണിയുടെ LP സ്കൂൾ? അയ്യോ, എന്റെ കൊച്ചു സ്കൂളിൽ കൊണ്ടുപോകുന്ന ചാർട്ട് പേപ്പർ ആണല്ലോ ഓജോ ബോർഡ് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തോണ്ട് വന്നത്. അപ്പൊ ഓജോ ബോർഡ് അവിടെ? ഓജോ ബോർഡും കൊണ്ട് അവന് സ്കൂളിൽ പോയി കാണും. ഇനി അവിടെയുള്ള ആത്മാക്കളെയൊക്കെ മൊത്തം വിളിച്ച് അവൻ വീട്ടിട്ട് കൊണ്ടുവരില്ല. ദൈവമേ, ഇത് നടക്കൂല. പറഞ്ഞു വിടുക ചെയ്യണേ. അയ്യോ അങ്ങനെ പറയരുത്. ടെക്നോളജി വളർന്ന വലുതായില്ലേ. എന്റെ സെറ്റപ്പ് ഉണ്ട്. എന്നിട്ട് പെട്ടെന്ന് ലാപ്ടോപ്പ്. എന്നിട്ട് ടോപ്പ് എവിടെ? ടോപ്പാണ് ഈ കിടക്കണത്. ഞാൻ ആ മേസിന് വിചാരിച്ചു പറഞ്ഞതാണ് 1.5 ഇഞ്ചിന്റെ വിചാരി വെച്ച് മുറുക്കി തടാന്ന്. 3ാമത്തെ പ്രാവശ്യം അവൻ പറ്റിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതിന് വള്ളിയൊന്നുമില്ലല്ലോ. ഈ വള്ളി പോരെ. ഒന്ന് പെട്ടെന്ന് ശരിയാക്കി താ. ഹലോ, വീഡിയോ ഉണ്ടോ? എന്തിനാ? വലിക്കാനാ. വലിച്ചു. അവക്ക് എപ്പോഴും ഇങ്ങനെ ബീഡി വലിച്ചോണ്ടേ ഇരിക്കണം. ഒരു കഷ്ണം എടുത്തേ. ചുറ്റി കൊടുത്തേ. ചുറ്റി കൂടെ അങ്ങോട്ട് വലിക്കട്ടെ. വലിച്ചോ. ബീഡി ഇതെന്തിനു തികയെ? ഇതൊന്നും തികയൂല. തികയില്ലേ? കുമ്പിള് കുത്തറ കൊടു. വലിച്ചോണ്ടിരി. 2 ദിവസം അവിടെ ഇരുന്ന് ഉറപ്പിച്ച് വലിച്ചു. ഗോസ്റ്റോഗ്രാം ഇൻസ്റ്റാഗ്രാം അത് മനുഷ്യന്മാർക്ക്. ഇത് പ്രേതങ്ങളുടെ സൈനമാണ്. ഗോസ്റ്റോഗ്രാം. ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേതം. ഗ്രാം എന്ന് പറഞ്ഞാലോ? ഗ്രാമം. ഗ്രാമത്തിലാണ് മൊത്തം പ്രേതങ്ങൾ. അവിടുന്ന് വേണം എനിക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ. അപ്പൊ ആത്മാവിനെ വിളിച്ചോട്ടെ. അവിടെ നിന്ന് എന്തിനാണ് വിളിക്കണത്? എടാ ഇവക്കടെ ദേഹത്ത് കയറിയേക്കണത് അജാനുബാഹുവായ ഒരു ബാധയാണ്. അപ്പൊ ഇവളെ അടിച്ചൊതുക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മാവിനെ തന്നെ നമുക്ക് വിളിക്കണ്ടേ? വേണ്ടിയാണ് ഞാൻ നോക്കണത്. വേണോ? വേണം. നിങ്ങൾ ആദ്യം ഒരു തീരുമാനിക്ക്. വേണോ വേണ്ടയോ? വേണം. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കാൻ പോവുകയാണ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit, please come. Good spirit, please come.
വന്നു വന്നു അമ്പടാ അതേ റേഞ്ചിൽ തന്നെയുള്ള ആത്മാവാട്ടോ. പക്ഷെ ആളൊരു പാകിസ്ഥാൻകാരനാ. ആണോ? ആ പേരെന്തുവാ? അംജദ് ഖാൻ. ട്രക്ക് ഡ്രൈവറാ. ട്രക്ക് മറിഞ്ഞുള്ള അപകടത്തിൽ മരിച്ചു പോയതാ. കുഴപ്പമില്ല, അത് മതി. ഡീറ്റെയിൽസ് ഒന്നും കൂടി നോക്കാം. നോക്ക് നോക്ക്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. കുഴപ്പമില്ല. എന്ത് കുഴപ്പം? എടാ അവൻ ഒറ്റക്കല്ല മരിച്ചേക്കണത്. പിന്നെ അവന്റെ കൂടെ തീവ്രവാദികളായിരുന്ന 50 പെണ്ണുങ്ങളും ആ ട്രക്കിലുണ്ടായിരുന്നു. അതുങ്ങളും കൂടി കൂടിയാ മരിച്ചേക്കണം. മൊത്തം 51 ആത്മാവ്. അപ്പൊ 51 എണ്ണത്തിനെ കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വിളിച്ചു വരുത്തിയേക്കുന്നത്. എടാ, ഒരു ആത്മാവിനെ കളയാൻ പറഞ്ഞപ്പോ താൻ ഉള്ള 51 എണ്ണത്തിനെ കൊണ്ട് തന്റെ ഒരു ലാപ്ടോപ്പ് ഇറങ്ങി പോടോ അവിടെ. എടാ നീ കരയണ്ടടാ. അയ്യോ എന്റെ ചേട്ടൻ എന്ത് പറ്റി? അയ്യോ രഘു പോയാ? രഘുവണ്ണം പോയാ? എന്റെ ചേട്ടൻ എന്ത് പറ്റി? അയ്യോ രഘുവണ്ണ അപ്പൊ ഇവിടെ വന്ന്. അണ്ണാ രഘുവണ്ണ. രഘുവല്ല, പിന്നെ ആ പാകിസ്ഥാനിൽ നിന്ന് അംജിത്ത് ഖാൻ. അയ്യോ അംജത്തണ്ണ, അംജത്തണ്ണ എന്റെ രഘുവണ്ണ എവിടെ അണ്ണാ? അവൻ ആ 50 പെണ്ണുങ്ങളുമായി സുഖിക്കാൻ വേണ്ടി പോയേക്കെന്ന്. പാകിസ്ഥാനിലേക്കാ? അല്ല, പട്ടായയിലേക്ക്. എന്നാലും എന്റെ രഘുവണ്ണ.